ഓക്കെ. അപ്പോൾ ക്രെഡിന്റെ ഞങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ഫ്രഷ് ആ സെയിം ഫോൾഡറിൽ തന്നെ ഒരു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിലും ഡി ബി ഹാൻഡലറും അത് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് ഇത് മാത്രം വെച്ചു. അത് ബ്ലാങ്ക് ഫയൽസ് ആണ്. അപ്പോൾ ആദ്യം മുതൽ ഞങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇതിൽ സൈഡിൽ ഞാൻ ലോക്കൽ ഹോസ്റ്റ് വഴി മറ്റേ എന്താ ഞങ്ങളുടെ ലോക്കൽ ഹോസ്റ്റിൽ ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറ്റേ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ എടുത്തിട്ടുള്ളത്. ഓക്കെ. ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു എച്ച് ടി എം എൽ പേജ് ഡിസൈൻ ചെയ്യാം. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് മാത്രം. അപ്പോൾ ഇതിൽ ക്രെഡ് എന്ന് പറഞ്ഞു കൊടുക്കാം, CGI. എന്നിട്ട് ഇവിടെ എന്താ ഫസ്റ്റ് ഒരു ടൈറ്റിൽ പറഞ്ഞു കൊടുക്കാം, എന്താ ക്രെഡ് വിത്ത് CGI വിത്ത് പൈത്തൺ CGI എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് എന്താ വേണ്ടത്, ഒരു HR ടാഗ് വെച്ചിട്ട് ഒരു ഡിവിൻ്റെ അകത്ത് ഞങ്ങൾക്ക് 3 ഇത് കൊടുക്കാം. ഒരു ഫോമും അതിനൊരു ഹെഡിങ് കൊടുക്കാം. ആദ്യം H2 എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്, എന്താ റീഡ് ക്രെഡിൽ ക്രിയേറ്റ് അല്ലേ, ക്രിയേറ്റ്. പിന്നെ അതിൻ്റെ അകത്തൊരു ഫോം വരും. ഫോം ആക്ഷൻ ഇസ് ഈക്വൽ ടു ഞങ്ങൾക്കറിയാം DB ഹാൻഡലർ ഡോട്ട് PY. പിന്നെ മെത്തേഡ് വേണമെങ്കിൽ പോസ്റ്റ് എന്ന് കൊടുക്കാം ഈ പ്രാവശ്യം. കാരണം ഗെറ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഈ സബ്മിറ്റ് നിൽക്കുമ്പോൾ URL DB ഹാൻഡലർ ഡോട്ട് PYയിൽ നമുക്ക് ആ പാസ്വേഡും ഇതും കാണാൻ പറ്റും. വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇൻപുട്ട്സ് INPUT ഇൻറ്റു 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻപുട്ട് കിട്ടും. ഓക്കെ. എന്നിട്ട് എല്ലാ ഇൻപുട്ടും കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു BR ടാഗ് കൊടുക്കാം. സെക്കൻഡ് എൻ്റർ ഇവിടെ BR ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ അടിയിൽ തന്നെ ഞങ്ങൾക്ക് ക്രിയേറ്റ്, അപ്ഡേറ്റ്, റീഡ്, പിന്നെന്താ ലാസ്റ്റ് ഞങ്ങൾക്ക് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റും കൂടെ വരും. ആ ഒരു രീതിയിലാണ്. സെയിം പേജിൽ തന്നെ ഞങ്ങൾക്ക് ബട്ടൺ നിൽക്കുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിൽ DB ഹാൻഡലർ വഴി ഞങ്ങൾക്ക് പോകും. അതിൽ കൺഫർമേഷൻ കാണിക്കും ക്രിയേറ്റ് ആവില്ല എന്നുള്ളതൊക്കെ. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള വാലിഡേഷൻ ആണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നെയിം അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ, നെയിം കാൺ ബി എം ടി അങ്ങനത്തെ ഒന്നും വെക്കണ്ട. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റിക്വയർഡ് എന്ന് പറഞ്ഞ ഫീൽഡ് വെക്കാം. പിന്നെ എന്താണ് അങ്ങനെ ചെറിയൊരു എന്താ പറയണ, ചെറിയൊരു ഇത് മാത്രം. അപ്പോൾ ഇവിടെ രണ്ടാമത്തേത് പാസ്വേഡ് അല്ലേ, പാസ്വേഡ്. ലാസ്റ്റ് വരുന്നത് സബ്മിറ്റ് ബട്ടൺ. അപ്പോൾ സബ്മിറ്റ് കൊടുത്ത് പിന്നെ ഇതിൻ്റെ നെയിംസ് കൊടുക്കണമല്ലോ എല്ലാത്തിനും. നെയിം ഈക്വൽ ടു ഇത് യൂസർ നെയിം അല്ലേ. ഇതിന് വേണമെങ്കിൽ പ്ലേസ് ഹോൾഡർ കൊടുക്കാം. പ്ലേസ് ഹോൾഡർ യൂസർ നെയിം. ഓക്കെ. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ റിക്വയർഡ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ അതേപോലെ തന്നെ നെയിം, പാസ്വേഡ്, പിന്നെന്താ പ്ലേസ് ഹോൾഡറും പാസ്വേഡ്, ലാസ്റ്റ് റിക്വയർഡ് എന്ന് പറഞ്ഞൊരു ഫീൽഡ്. റിക്വയർഡ്. ഓക്കെ. പിന്നെ സബ്മിറ്റിന് കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയും. ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് ആക്ഷൻ ആയിരിക്കും എല്ലാ കേസിലും. ക്രിയേറ്റ് ആയാലും, റീഡ് ആയാലും, അപ്ഡേറ്റ് ആയാലും, ഡിലീറ്റ് ആയാലും അതിൻ്റെ നെയിം ആക്ഷൻ തന്നെ വെക്കും. എന്നിട്ട് നമ്മൾ ഈ DB ഹാൻഡലറിലില്ലേ, ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്താ നമുക്ക് ഫോമിൻ്റെ അകത്തുള്ള വാല്യൂ എടുക്കണത് ഏതായിരുന്നു, മറ്റേ CGI ഡോട്ട് ഫോം ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. അതിന് ഞങ്ങൾ എന്താ ഫോം ഡോട്ട് ഗെറ്റ് വാല്യൂ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കും. എന്നിട്ട് അപ്പോൾ ഈ ഒരു ബട്ടന്റെ വാല്യൂ ഞാൻ എന്താ വാല്യൂ ഈക്വൽ ടു റീഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ 6 ക്യാപിറ്റൽ വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വാല്യൂ റീഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്വിച്ച് കേസ് അല്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ, ഇഫ് എൽസ് ബ്ലോക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഫ് റീഡ് ആണെങ്കിൽ റീഡിന്റെ ഫംഗ്ഷനാലിറ്റി വിളിക്കുക, ഇഫ് എന്താ ക്രിയേറ്റ് ആണെങ്കിൽ ക്രിയേറ്റിന്റെ ഫംഗ്ഷനാലിറ്റി അങ്ങനെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്രിയേറ്റ് ആണല്ലോ അല്ല, ക്രിയേറ്റിന്റെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ കണ്ടോ. വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും ഒരു HR ടാഗ് കൊടുക്കുക. ഓക്കെ. ഈ ഒരു രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഈ ബട്ടന്റെ ആക്ഷൻ നെയിം സെയിം ആയിരിക്കും എല്ലാ ബട്ടൺസിനും, ജസ്റ്റ് അതിന്റെ വാല്യൂ മാത്രം മാറും. അപ്പോൾ ബട്ടൺ ആക്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾ DB ഹാൻഡലറിൽ പോയിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യും. ഇഫ് അതിന്റെ വാല്യൂ ക്രിയേറ്റ് ആണെങ്കിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫംഗ്ഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ആ ഒരു രീതിയിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ ഞാൻ ബാക്കി എഴുതും. ക്രിയേറ്റിന് മാത്രമല്ല, റീഡും
ഡിലീറ്റും അപ്ഡേറ്റും ഒക്കെ വേണമല്ലോ. അത് ഞാൻ പേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു പേജിൽ തന്നെ. ഈ റീഡ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ പോയിട്ട് എല്ലാ ലിസ്റ്റും കാണിച്ചു തരും നെക്സ്റ്റ് പേജിൽ. പിന്നെ ക്രിയേറ്റിനും അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവും, അതിൻ്റെ കൺഫർമേഷൻ കാണിക്കും, തിരിച്ച് നിങ്ങൾക്ക് ബാക്ക് വരാം. പിന്നെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യൂസർ നെയിം അടിക്കണം, ഓൾഡ് പാസ്വേഡ് ന്യൂ പാസ്വേഡ് അടിക്കണം. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ നെയിമും ഓൾഡ് പാസ്വേഡുള്ള കോമ്പിനേഷൻ നോക്കിയിട്ട് അതൊരു ന്യൂ പാസ്വേഡ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും. ഡിലീറ്റ് എന്ന് പറയുമ്പോൾ ഡിലീറ്റിൽ പാസ്വേഡ് വേണ്ട, ഞങ്ങൾക്ക് ജസ്റ്റ് യൂസർ നെയിം അടിച്ചിട്ട് അയാളെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ യൂസർ നെയിം ഓക്കെ, യൂസർ നെയിം മതി. യൂസർ നെയിം വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. യൂസർ നെയിം അടിച്ചിട്ട് സേവ് ചെയ്തിട്ടില്ല. ഓക്കെ, യൂസർ നെയിം അടിച്ചിട്ട് ഡിലീറ്റ് നിൽക്കി കഴിഞ്ഞാൽ അയാൾ ഡിലീറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ HTML എന്ന് പറയുമ്പോൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഈ ഇൻപുട്ട് ഫീൽഡ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ കണ്ട എല്ലാത്തിലും ഫോം ഉണ്ട്. ഫോമിൻ്റെ ആക്ഷൻ DB ഹാൻഡലർ തന്നെ, മെത്തഡ് പോസ്റ്റ് തന്നെ, അകത്തുള്ള ഇൻപുട്സ് മാത്രമാണ് പറഞ്ഞത്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ബട്ടൺ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇൻപുട്ട് സബ്മിറ്റ് എന്നുള്ളതിന് എല്ലാത്തിനും ആക്ഷൻ നെയിമാണ് കൊടുത്തേക്കണം. വാല്യൂ മാത്രം അപ്ഡേറ്റ്, റീഡ്, ക്രിയേറ്റ്, ഡിലീറ്റ് അങ്ങനെ കൊടുത്തേക്കണം. അപ്പോൾ ഞങ്ങൾക്ക് DB ഹാൻഡലറിൻ്റെ കോഡിങ് നോക്കാം. ഇതിൻ്റെ ഫ്രണ്ട് എൻഡ് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഡിസൈനിങ് ഒന്നും വേണ്ടല്ലോ. ഞങ്ങൾക്ക് പൈത്തണാണ് കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്ന സംഭവം എന്താണ്, ഹാഷ് എക്സ്ക്ലമേഷൻ മാർക്ക് ഷബാങ് എന്ന് പറയുന്നതിന്. ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് പൈത്തണിൻ്റെ പാത്ത് ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് VNV ആക്ടിവേറ്റഡ് ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ മറ്റേ കമാൻഡ് അടിച്ചിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ആ ഒരു കമാൻഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേർ പൈത്തൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തൺ എവിടെയെന്നുള്ളത് കിട്ടും. അതിൽ ഫസ്റ്റ് വൺ ആയിരിക്കും മിക്കവാറും ഈ VENV എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതെടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ഇതിന് ഇന്റർപ്രറ്ററിനോട് പറയണേ ഈ ഇന്റർപ്രറ്റർ യൂസ് ചെയ്താൽ മതി എന്ന് പറയണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തായിരുന്നു, ഞാൻ പറഞ്ഞില്ല ആദ്യം ഇമ്പോർട്ട്സ് വരും. ഇമ്പോർട്ട് CGI ആണ് ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണത്. ഫോമിൽ നിന്ന് നമുക്ക് HTTP റിക്വസ്റ്റ് വഴി വന്നേക്കുന്ന ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ട് CGI TB എന്ന് പറഞ്ഞു വരും. അതെന്തിനായിരുന്നു, മറ്റേ ട്രേസ് ബാക്സിനൊക്കെ നമുക്കിത് ഡീബഗിങ് ചെയ്യാൻ വേണ്ടി ഡെവലപ്മെൻറ്റ് സമയത്ത്. ലാസ്റ്റ് ഞങ്ങളുടെ ഇമ്പോർട്ട് MySQL ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3 ഇമ്പോർട്ട്സ് കഴിയുമ്പോൾ CGI TB ഡോട്ട് എനേബിൾ എന്ന് പറഞ്ഞു കൊടുക്കുക. സജഷൻ ഒന്നും വരാത്ത എന്താണെന്ന് എനിക്ക് അറിയില്ല, നോക്കട്ടെ. CGI TB ഡോട്ട് എനേബിൾ എന്നാലേ നമുക്കിത് റൺ ചെയ്യാൻ പറ്റുള്ളൂ, ജസ്റ്റ് ഡീബഗിങ് ഓൺ ചെയ്തെടുക്കാൻ വേണ്ടി. അത് എനേബിൾ കൊടുത്തു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തായിരുന്നു, ട്രൈ ക്യാച്ച് ബ്ലോക്ക് അല്ലേ ഞങ്ങൾക്ക് തന്നെ. ട്രൈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്. അത് കഴിഞ്ഞിട്ട് എക്സെപ്ഷൻ ആസ് ഇ അല്ലേ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾ പ്രിന്റ് E എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് എക്സെപ്ഷൻ ഞങ്ങൾ മെയിനായിട്ട് നോക്കാറൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ഇവിടെ ഒരു ഫൈനലി ബ്ലോക്കിൽ എന്തായിരുന്നു, നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കണക്ഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആദ്യം കണക്ട് ചെയ്യാം ഞങ്ങൾക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് കണക്ടിവിറ്റി ആണല്ലോ. അപ്പം MyDB ഈക്വൽ ടു ഏതായിരുന്നു, MySQL DB എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ കണക്ട് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ്. അതെന്താ സജഷൻ കാണിക്കാത്തതെന്ന് എനിക്കറിയില്ല. MySQL DB ഡോട്ട് കണക്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് സെയിം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ, ഹോസ്റ്റ്, ലോക്കൽ ഹോസ്റ്റ്, യൂസർ, റൂട്ട്, പാസ്വേഡ് നൾ. നിങ്ങളുടെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇടുക. പിന്നെ DB ടെസ്റ്റ് നേരത്തെ യൂസ് ചെയ്തേക്കുന്ന DB ഉണ്ടായിരുന്നില്ലേ, ഏത് ഈ ഒരു സംഭവം യൂസർ എന്ന് പറഞ്ഞ DB, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ ID, യൂസർ നെയിം, പാസ്വേഡുകളുണ്ട്. ആ സെയിം DB ആണ് ഞങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചെയ്യാം. MySQL DBയുടെ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, കണക്ഷൻ കിട്ടിയാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് കർസർ വേണം ഞങ്ങൾക്ക്. മൈ കർസർ ഈക്വൽ ടു MyDB എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ കർസർ എന്ന് പറഞ്ഞ മെത്തേഡ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് കർസർ കിട്ടി. ഇത് രണ്ടും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ബാക്കി എന്താ ഇതിൻ്റെ ലോജിക്ക് തുടങ്ങാം, ഈ ഫോം ഹാൻഡ്ലിങ്ങിൻ്റെ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഫസ്റ്റ് ഞങ്ങൾക്ക് എന്താ വേണ്ട, ഫോമിലത്തെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് CGIൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഇപ്പോൾ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് CGI ഡോട്ട് എന്തായിരുന്നു ഫീൽഡ്
CGI ഡോട്ട് ഏത് ഫീൽഡായിരുന്നത് ഞാൻ മറന്നല്ലോ. ഫോം ഫീൽഡ് സ്റ്റോറേജ് എന്താ വരുന്നില്ലേ? എന്താ സജഷൻ വരാത്ത എനിക്കറിയില്ല. ഫീൽഡ് സ്റ്റോറേജ് അത് തന്നെ, ഫീൽഡ് സ്റ്റോറേജ്. ഓക്കെ. നെക്സ്റ്റ് ഞങ്ങൾക്ക് വേണ്ടത് ഫോമിൽ നിന്ന് എന്താണ് വേണ്ടത്? ഈ യൂസർ നെയിമും എല്ലാം നമുക്ക് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ജസ്റ്റ് ഈ ബട്ടന്റെ ആ ആക്ഷൻ എന്ന് പറഞ്ഞ വാല്യൂ ഉള്ള ആക്ഷൻ എന്ന് പറഞ്ഞ നെയിമുള്ള ആ ബട്ടന്റെ അകത്തുള്ള വാല്യൂ മാറി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് സ്ട്രിങ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഫോം ഡോട്ട് ഗെറ്റ് ഡാറ്റ അല്ലേ, ഗെറ്റ് ഡാറ്റ, ഗെറ്റ് ഫോം ഡാറ്റ ആണോ നോക്കട്ടെ. ഗെറ്റ് ഡാറ്റ, ഗെറ്റ് വാല്യൂ എന്നായിരുന്നു കേട്ടോ. ഗെറ്റ് വാല്യൂ, ഗെറ്റ് വാല്യൂടെ അകത്ത് ഏത് വാല്യൂ ആണ് ഞങ്ങൾക്ക് വേണ്ടത്? ആക്ഷൻ എന്ന് പറഞ്ഞ നെയിമിലുള്ള വാല്യൂ. ആക്ഷൻ നമ്മൾ കൊടുത്തായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കണം. അപ്പൊ ഞങ്ങൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണല്ലോ ഈ DB ഹാൻഡലറിലോട്ട് വിളിക്കുന്നത്. അപ്പൊ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ ആക്ഷന്റെ അകത്ത് ഏതാണ് വാല്യൂ ഉള്ളത്? ഇപ്പൊ നമുക്ക് ഒരു സമയത്ത് ഒരു ബട്ടണിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ക്രിയേറ്റ് നിൽക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള വാല്യൂ ക്രിയേറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആക്ഷന്റെ അകത്ത് നമ്മൾ ഏത് ബട്ടണാണ് പ്രസ് ചെയ്തേക്കണം അതിന്റെ ആ വാല്യൂ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ നമുക്കിനി ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഓരോ എന്താ ഏത് ബട്ടണാണ് പ്രസ് ചെയ്തതെന്ന് അറിയണം. അപ്പൊ ഇഫ് ആക്ഷൻ ഈക്വൽ ടു എന്താണ് ക്രിയേറ്റ്, ക്രിയേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു കോഡ് ചെയ്യാം. എലിഫ് ആക്ഷൻസ് ഈക്വൽ ടു റീഡ്. അതിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തേക്കുന്ന സെയിം രീതിയിൽ തന്നെ കൊടുക്കുക. ഞാനിവിടെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ. എറർ കാണിക്കണത് അവിടെ കോഡൊന്നും എഴുതാത്തുണ്ടോ? ഫൈനലി ബ്ലോക്കിൻ്റെ അവിടെ ഞങ്ങൾക്ക് DB ഡോട്ട് ക്ലോസ്, ഇല്ലെങ്കിൽ അത് മറക്കും എപ്പോഴും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്താൽ മതി. പിന്നെ ഇതേപോലെ തന്നെ ആക്ഷൻ ഈക്വൽ ടു ക്രിയേറ്റ് റീഡ് അപ്ഡേറ്റ് അല്ലേ. അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റിൻ്റെ കോഡ് എൽസ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് മാത്രമേ ഉള്ളൂ ഇനി. പിന്നെ അതിൻ്റെ അതിൻ്റെ കോഡ് ഇവിടെ വരും. ഓക്കെ. അപ്പോൾ ക്രിയേറ്റിൻ്റെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ബാക്കി ആ സെയിം ഫംഗ്ഷൻ തന്നെ കോപ്പി ചെയ്തിട്ട് ഞങ്ങൾക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഇഫ് ആക്ഷൻ ഈക്വൽ ടു ക്രിയേറ്റ് നമുക്ക് ഈ ബ്ലോക്ക് ഓഫ് കോഡ് ഇവിടെ ഇഫിൻ്റെ അകത്ത് എഴുതുന്നതിന് പകരം ഇവിടെ ഞങ്ങൾക്ക് ജസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും മേടിച്ചിട്ട് പിന്നെ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മതി. അതായിരിക്കും നല്ലത്. അപ്പോൾ ഫങ്ഷൻസ് ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഡെഫ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് യൂസറിൻ്റെ ഒരു ഫംഗ്ഷൻ, ക്രിയേറ്റ് യൂസർ. ഓക്കെ. ഒരു ഫംഗ്ഷൻ എനിക്ക് എപ്പോഴും ജാവയാണ് വന്ന കോഡ്, സെമിക്കോളിനും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റ് യൂസർ ചെയ്യാൻ ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? 3 സാധനങ്ങൾ വേണ്ടി വരും. കെർസർ വേണം എന്തായാലും. കെർസർ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, ക്വറീസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കെർസർ വേണം, അതായിട്ട് യൂസർ നെയിം വേണം, പിന്നെ പാസ്വേഡും. ഈ 3 സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ യൂസറിന്. അപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള ക്വറി എന്ന് പറഞ്ഞാൽ SQL ഈക്വൽ ടു ജസ്റ്റ് ഒരു സ്ട്രിങ് ഇൻസേർട്ട് അല്ലേ, ഇൻസേർട്ട് ഇൻടു യൂസർ, ടേബിൾ നെയിം ഓർത്ത് കറക്റ്റ് വെക്കുക, യൂസർ. പിന്നെ ഏതൊക്കെയാണ് വാല്യൂസ് എന്നുള്ളത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ്. ഈ ഫീൽഡ് നെയിം ഒക്കെ കറക്റ്റ് കൊടുക്കുക, മാറാണ്ട് നോക്കുക. മാറിക്കഴിഞ്ഞാൽ എറർ കണ്ടുപിടിക്കാൻ നല്ല പാടായിരിക്കും. യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ ഈ ക്വറിയുടെ അവസാനം വാല്യൂസും കൂടെ വെക്കണമല്ലോ. വാല്യൂസ് എന്ന് പറയുമ്പോൾ വാല്യൂസ്, അതിൻ്റെ അകത്ത് പെർസെൻറ്റേജസ്, പെർസെൻറ്റേജസ്. ഓക്കെ. പാരാമീറ്ററൈസ്ഡ് ആയിട്ട് ചെയ്യണം ഒരു രീതിയിൽ. അതായിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ട? കെർസർ ഡോട്ട് എക്സിക്യൂട്ട് അല്ലേ, കെർസർ ഡോട്ട് എക്സിക്യൂട്ടിൻ്റെ സ്പെല്ലിങ് അത് തന്നെയല്ലേ? ഓക്കെ. എന്നിട്ട് നമ്മൾ അതിൽ പാസ് ചെയ്ത് കൊടുക്കുന്നത് SQLും നമ്മുടെ ബാക്കി പാരാമീറ്റേഴ്സും യൂസർ നെയിമും പാസ്വേഡും. ഓക്കെ.
ഇത് ഓൾറെഡി ഞാൻ നേരത്തെ കോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂസർ നെയിം പാസ്വേഡും ഇവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ആവും, വാല്യൂസ് ആസ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ SQL എന്ന് പറയുന്നത് നമുക്ക് ക്വറി വേണമെങ്കിൽ ഇവിടെ തന്നെ സ്ട്രിംഗ് ആയിട്ട് തന്നെ വെക്കാം, പക്ഷേ ഒരു റീഡബിലിറ്റിക്ക് വേണ്ടി ഇവിടെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണതാണ് നല്ലത്. അപ്പോൾ എക്സിക്യൂട്ട് കർസർ ഡോട്ട് എക്സിക്യൂട്ട് SQLും യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് എക്സിക്യൂട്ട് ആവും. എക്സിക്യൂട്ട് ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ആ ഫംഗ്ഷനിലോട്ട് ഞങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും പാസ് ചെയ്ത് കൊടുക്കാം. പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ ആക്ഷൻ്റെ നമ്മൾ എടുത്തില്ലേ, അതേപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും എടുക്കാം. യൂസർ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ, അതിൻ്റെ അകത്ത് ഫോമിൻ്റെ അകത്ത് ഗെറ്റ് വാല്യൂ യൂസർ നെയിം. ഇത് മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഫോമിൻ്റെ അകത്ത് യൂസർ നെയിം, എല്ലാത്തിനും ഞാൻ യൂസർ നെയിം എന്നാണ് കൊടുത്തേക്കുന്നത്, നെയിം. ഓക്കെ, അപ്പോൾ ബട്ടൺ നിൽക്കുമ്പോൾ ഏത് ബട്ടണാണ് നിൽക്കേക്കണത് അതിൻ്റെ ഫോം മാത്രം പോവുള്ളൂ. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡിൻ്റെ നെയിമും പാസ്വേഡിൻ്റെ തന്നെയാണ്. അപ്പോൾ യൂസർ നെയിം പിന്നെ പാസ്വേഡ് ഈക്വൽ ടു ഫോം ഡോട്ട് ഗെറ്റ് വാല്യൂ പാസ്വേഡ്. ഓക്കെ, രണ്ട് വേരിയബിൾ കിട്ടി. രണ്ട് വേരിയബിൾ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 3 പാരാമീറ്റേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ മൈ കഴ്സർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ക്രിയേറ്റ് യൂസറിൻ്റെ അകത്ത് മൈ കഴ്സർ, പിന്നെ നമ്മുടെ യൂസർ നെയിം, പിന്നെ നമ്മുടെ പാസ്വേഡ്. ഓക്കെ, ഈ 3 ഡീറ്റെയിൽസ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ക്വറി ഇൻസേർട്ട് ആവും, യൂസർ ക്രിയേറ്റ് ആവും. യൂസർ ക്രിയേറ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? അതൊരു ഞാൻ പറഞ്ഞില്ല, ഇൻസേർട്ട് ഡിലീറ്റ് അപ്ഡേറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് കമ്മിറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് സേവ് ആവില്ല. അപ്പോൾ ജസ്റ്റ് മൈ db.commit. ഓക്കെ, ആ കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു ഇവിടെ നിന്ന് യൂസർ നെയിമും പാസ്വേഡും ഇൻസേർട്ട് ചെയ്ത് അത് നമ്മൾ എന്താ ഈ db_handler.py ലോട്ടാണ് നെക്സ്റ്റ് പോണത്. അപ്പോൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേജ് അല്ലേ വരുള്ളൂ. അതിന് പകരം ഞങ്ങൾക്കൊരു എന്താ ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്നുള്ള രീതിയിലൊരു മെസ്സേജ് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിന്റ് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കണം ഏതാ ഡാറ്റ വന്നെന്നുള്ളത്. അപ്പോൾ കണ്ടന്റ് ടൈപ്പ് text/html, അത് കഴിഞ്ഞിട്ടൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൂടെ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2 ലൈനില്ലേ, നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ, ഇൻഡന്റേഷൻ എപ്പോഴും നോക്കാം പൈത്തണം. കാരണം ഞാൻ പറയട്ടെ, ഇപ്പൊ റീഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ പുതിയ പേജിൽ കാണിക്കാൻ ഈ ഒരു സംഭവം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ജസ്റ്റ് ടൈപ്പ് ചെയ്യണതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ ഈ ട്രൈ കാസിന്റെ മുമ്പ് തന്നെ ഇട്ട് വെക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രിന്റ് ചെയ്യാനുള്ള HTML ജസ്റ്റ് ഒരു H1 ടാഗിൽ കൊണ്ട് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് അതിൻ്റെ അകത്ത് ഫോർമാറ്റഡ് സ്ട്രിംഗ് ആണ്, അപ്പോൾ F സ്റ്റാർട്ടിങ്ങിൽ വരും. എന്നിട്ട് നമ്മുടെ HTML ടാഗ് ഞാനിവിടെ കൊടുക്കുന്നത് H1 അകത്ത് യൂസർ ഇതിൻ്റെ അകത്ത് യൂസർ നെയിം ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി. ഞാൻ ക്രിയേറ്റഡ് എന്ന് നോക്കാം, ക്രെഡ് ആണല്ലോ, ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് യൂസർ ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. സേവ് കൊടുക്കട്ടെ. ഇപ്പൊ ക്രിയേറ്റ് ആവൂല, കാരണം ബാക്കിയുള്ളതിന്റെ ഫിക്സ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുക്കണേ, പാസ്വേഡ് 123 കൊടുത്ത് ക്രിയേറ്റ് കൊടുത്ത് ഒന്നും ആവണല്ലോ. ഓക്കെ, യൂസർ ശ്രീകേഷ് ക്രിയേറ്റഡ്. അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ID7 വന്നത് ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പോൾ ക്രിയേറ്റ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, അത്രേ ഉള്ളൂ. ആ ഒരു ഫീച്ചറാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ റീഡും അപ്ഡേറ്റും ഡിലീറ്റും ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ഇഫ് എൽസ് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ ഫംഗ്ഷൻ ഡിക്ലറേഷൻ കാണിച്ചത്. ഇല്ലെങ്കിൽ ഫംഗ്ഷൻ ആദ്യം ചെയ്യാം, പിന്നെ ഞങ്ങൾക്ക് ഇഫ് എൽസ് നോക്കാം. അപ്പോൾ ഇവിടെ ബാക്കി ഫംഗ്ഷൻ ഞാൻ പേസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ബാക്കി ഫംഗ്ഷൻ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേസ്റ്റ് ചെയ്യണത് ഞാൻ ജസ്റ്റ് ടൈം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ കുറേ ടൈം പോകുന്നല്ലോ. അപ്പോൾ റീഡ് യൂസർ എന്ന ഫംഗ്ഷൻ, അപ്പോൾ എല്ലാത്തിലും കർസർ പാസ് ചെയ്ത് കൊടുക്കണം. എന്തായാലും അറിയാലോ, ക്വറി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കർസർ എന്തായാലും വേണം. അപ്പോൾ കർസർ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം പാസ് ചെയ്ത് കിട്ടി. പിന്നെ SQL സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ, റീഡ് യൂസർ ആണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ യൂസേഴ്സിനും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെലക്ട് സ്റ്റാർ ഫ്രം യൂസർ. പിന്നെ കർസർ ഡോട്ട് SQL സെയിം ഇവിടെ ചെയ്തേക്കണത് തന്നെ.
പിന്നെ റിട്ടേൺ കഴ്സർ ഡോട്ട് ഫെച്ച് ഓൾ, ഇത് നമ്മുടെ കഴ്സറിന്റെ റിസൾട്ട് നമുക്ക് ഇവിടെ ലിസ്റ്റ് പോലെ ആയിട്ട് കാണിക്കണമല്ലോ, ഒരു ഫോർ ലൂപ്പ് പോലെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഐറ്റം ആയിട്ട് അത് കാണിക്കാം ഓരോ യൂസേഴ്സിന്. അപ്പൊ അതുകൊണ്ട് അവിടെ റിട്ടേൺ കൊടുത്തു. ബാക്കിയുള്ളതിനൊന്നും റിട്ടേൺ ആവശ്യമില്ല, ജസ്റ്റ് HTML പേജ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അപ്ഡേറ്റ് യൂസർ ആണ്. അപ്ഡേറ്റ് യൂസറിൽ ഞാൻ പറയില്ലേ, കഴ്സർ, യൂസർ നെയിം, ഓൾഡ് പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, അത് സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ലേ, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് തോന്നുന്നു. ഇവിടെ യൂസർ നെയിം അടിക്കും, ഓൾഡ് പാസ്വേഡ്, ന്യൂ പാസ്വേഡ് അടിക്കും. അപ്പോൾ അതിന്റെ SQL ക്വറി എന്ന് പറയുമ്പോൾ അപ്ഡേറ്റ് യൂസർ സെറ്റ് പാസ്വേഡ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജസ് വേർ യൂസർ നെയിം ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും. പിന്നെ കഴ്സർ ഡോട്ട് എക്സിക്യൂട്ട് SQL കൊടുക്കും, നമ്മുടെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുക്കും, ഇവിടെ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനലി ഡിലീറ്റ് ചെയ്യുമ്പോൾ കഴ്സറും യൂസർ നെയിമും കൊടുക്കും. എന്നിട്ട് SQL ഡോട്ട് ഡിലീറ്റ് ഡിലീറ്റ് ഫ്രം യൂസർ വേർ യൂസർ നെയിം ഈസ് പെർസെൻറ്റേജസ്, പിന്നെ അതിന് നമ്മൾ പാസ്വേഡ് കൊടുക്കും. ഇവിടെ 2 പാരാമീറ്റർ ഉള്ളതുകൊണ്ടാണ് അവർ കോമ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫങ്ഷൻസ്. ഇനി അതിന്റെ ഇഫ് എൽസ് ഞങ്ങൾക്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ മെത്തേഡ്സ് വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ബട്ടൺ ഏതാ പ്രസ് ചെയ്തേക്കണമെന്ന് നോക്കിയിട്ട്. മെത്തേഡ്സ് ഞങ്ങൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഞങ്ങളുടെ ഇഫ് എൽസ് വെച്ചിട്ട് ഞങ്ങൾ വിളിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആക്ഷൻ റീഡ് ആണെങ്കിൽ ഈ റീഡ് മെത്തേഡാണ് വിളിക്കേണ്ടത്. റീഡ് മെത്തേഡ് വിളിച്ചിട്ട് അതിൽ കഴ്സർ പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ, കഴ്സർ ഡോട്ട് ഫെച്ച് ഓൾ, ഇത് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. യൂസർ ഡാറ്റ ഈക്വൽ ടു റീഡ് യൂസർ മൈ കഴ്സർ പാസ് ചെയ്ത് കൊടുത്ത്. ഇനി ഇഫ് യൂസർ ഡാറ്റ എന്ന് പറയുമ്പോൾ യൂസർ എന്തെങ്കിലും ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ എന്ന് പറഞ്ഞാൽ കഴ്സർ ഇപ്പൊ ഒരു ഡാറ്റയും ഇല്ലായിരുന്നെങ്കിൽ നള്ളായിരിക്കുമല്ലോ റിട്ടേൺ ചെയ്യണം. ആ സമയത്ത് ഞങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ നോ യൂസർ ഫൗണ്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് കാണിച്ചാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫോർ റോ ഇൻ റോ ഒരു വേരിയബിൾ ആണ്. യൂസർ ഡാറ്റ നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. നമുക്ക് കഴ്സറിന് കിട്ടുന്ന റിസൾട്ടില്ലേ, സെലക്ട് ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ട് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോ റോ ആയിട്ട് നമുക്ക് ഐറ്ററേറ്റ് ചെയ്ത് പോകുമ്പോൾ പ്രിന്റ് യൂസർ നെയിം ഫോർമാറ്റഡ് സ്ട്രിംഗ് ആണ്. അതിൽ യൂസർ നെയിം ആസ് റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ കോളം 1-ലുള്ളത് നമ്മുടെ ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ID എന്ന് പറയുന്നത് കോളം 0 ആണ്, യൂസർ നെയിം 1-ഉം പാസ്വേഡ് 2-ഉം ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ റോ 1-ലുള്ളത് യൂസർ നെയിം ആണല്ലോ, അതുപോലെ തന്നെ പാസ്വേഡ് 2-ല് റോ 2-ലുള്ളത് പാസ്വേഡ് ആണ്. അപ്പോൾ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ നോ യൂസർ ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ വിളിക്കണം, അപ്ഡേറ്റ് യൂസർ. അതിൽ കഴ്സർ യൂസർ നെയിം ഓൾഡ് പാസ്വേഡ് ന്യൂ പാസ്വേഡ് പാസ് ചെയ്തു. അപ്പോൾ യൂസർ നെയിം ഓൾഡ് പാസ്വേഡ് എല്ലാം നമുക്ക് ഫോമിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ട് ഒരു വേരിയബിൾസ് സ്റ്റോർ ചെയ്ത് എന്നിട്ട് അപ്ഡേറ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷൻ വിളിച്ചിട്ട് അത് പാസ് ചെയ്ത് കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അപ്ഡേറ്റ് ഡിലീറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കമ്മിറ്റ് കൊടുക്കണം. എന്തായാലും കമ്മിറ്റ് കൊടുത്തിട്ട് മെസ്സേജ് കാണിച്ചു യൂസർ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി. പിന്നെ ഡിലീറ്റും അതുപോലെ തന്നെ യൂസർ നെയിം എടുത്തു, ഫോമിൽ നിന്ന് യൂസർ നെയിം എടുത്തു, ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഞങ്ങൾ ചെയ്തതാണ്, അത് മറക്കരുത്, ഓൾറെഡി ഉള്ള ഡിഫൈൻഡ് അല്ല അത്. ഇപ്പോൾ ഡിലീറ്റ് യൂസർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് കഴ്സറും യൂസർ നെയിമും കൊടുത്തതിൽ, എന്നിട്ട് കമ്മിറ്റ് ചെയ്ത്. പിന്നെ പ്രിന്റ് യൂസർ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഞാൻ ഇത്രയും ടൈപ്പ് ചെയ്യാത്തത് ഇത് ഭയങ്കര ബേസിക് ആണ്, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ പൈത്തണും കൂടെ ആണല്ലോ, ഭയങ്കര റീഡബിലിറ്റി ആയിരിക്കും. അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആ ഓപ്പറേഷൻസ് ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് തന്നെ കാണിക്കും. വേണമെങ്കിൽ ഒരു റെക്കോർഡും കൂടെ ക്രിയേറ്റ് ചെയ്യാം. MCA 58 ഓക്കെ, പാസ്വേഡ് 1 2 3 4 5 ക്രിയേറ്റ്. MCA ക്രിയേറ്റ് സക്സസ്ഫുള്ളി. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡാറ്റ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ ശ്രീകേഷ് എന്ന് പറയുന്ന പാസ്വേഡ് 1 2 3 ആണല്ലോ, അത് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. യൂസർ നെയിം ശ്രീകേഷ്, ഓൾഡ് പാസ്വേഡ് എന്തായിരുന്നു 1 2 3, ന്യൂ പാസ്വേഡ് ഞാൻ 1 2 3 4 5 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്ഡേറ്റ് കൊടുക്കുക, അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ റീഡിൽ പോയി കഴിഞ്ഞാൽ 1 2 3 4 5 ആയി അവിടെ. പിന്നെ ഇനി ഡിലീറ്റും ചെയ്യാം. സെയിം നെയിം അടിച്ചിട്ട് ഡിലീറ്റ് നോക്കി കഴിഞ്ഞാൽ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ഇനി റീഡിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ശ്രീകേഷ് എന്ന് പറഞ്ഞ റെക്കോർഡ് പോയി. ഇപ്പോൾ ലാസ്റ്റിന് ഇവിടെയും പോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ആകെ ഒറ്റ റെക്കോർഡുള്ളൂ, MCA 58 എന്ന് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കണം. അപ്പോൾ ക്രെഡ് ഫുള്ള് CGI വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം.
അപ്പോൾ ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഡിസൈനിങ് ഒന്നും അത്രയും അധികം ടൈം കളഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് കൂടുതലും വേണ്ടത് പൈത്തണിൻ്റെ ആണല്ലോ. പൈത്തൺ ആയാലും അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ജസ്റ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു 5-10 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റും ഇത്. കാരണം ഇത് കണ്ടില്ലേ, ഇപ്പോൾ ക്രിയേറ്റ് യൂസറിൻ്റെ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്ഡേറ്റും ചെയ്യാൻ പറ്റും, ഡിലീറ്റും ചെയ്യാൻ പറ്റും. ജസ്റ്റ് റീഡ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. റീഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് റോ ഇൻ യൂസർ ഡാറ്റ എന്നിട്ട് പ്രിന്റ് ചെയ്യണം ആ സിൻടാക്സ്. റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 1 എന്ന് പറയുമ്പോൾ കോളം ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് കോളം ഞങ്ങൾ അല്ലെങ്കിലും ഐ ഡി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ സെക്കൻഡ് കോളം മുതൽ ഇൻഡെക്സ് 1 മുതൽ എന്താ ഇൻഡെക്സ് 2 പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒരു റോ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ റോ അറ്റ് ഇൻഡെക്സ് ഓഫ് 3 ആ ഒരു രീതിയിൽ വരും. അപ്പോൾ ക്രെഡ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക് പൈത്തണിൽ ഡാറ്റ അനാലിസിസ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഞാൻ നോക്കിയേക്കാം. അപ്പോൾ ഓക്കെ.